കേരളൈസ് മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യ അറിയിപ്പ്: സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് റേഷൻ സാധനങ്ങളുടെ വിതരണം നടത്തുന്ന കരാറുകാർ സമരം ആരംഭിച്ചതോടെയാണിത്. നീലക്കാർഡ് ഉടമകൾക്ക് പ്രഖ്യാപിച്ച 4 കിലോ സ്പെഷ്യൽ അരി റേഷൻ കടകളിൽ എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോയിലൂടെ നൽകുന്ന 13 സബ്സിഡി സാധനങ്ങളിൽ പഞ്ചസാരയും 3 ഇനം അരിയും ഉൾപ്പെടെ മിക്ക സാധനങ്ങളും സ്റ്റോക്ക് ഇല്ലാതായതോടെയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ രംഗം സ്തംഭനത്തിലേക്ക് നീങ്ങിയത്. മാർച്ച് മുതൽ 3 മാസത്തെ ബിൽ തുക കുടിശ്ശിക ആയതോടെയാണ് സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സമരത്തിന് നോട്ടീസ് നൽകിയത്. കുടിശ്ശിക തീർത്തത് കൊണ്ട് മാത്രം സമരം തീരില്ലെന്നും തുക കൃത്യമായി നൽകാൻ സംവിധാനം വേണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരം നീണ്ടുപോയാൽ ജൂൺ പകുതിയോടെ റേഷൻ വിതരണത്തെ ബാധിക്കും. മാവേലി സ്റ്റോറുകളിലും പല ഉൽപ്പന്നങ്ങളും ഇല്ല. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയെ വെല്ലാനിറക്കിയ കെയറൈസ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ പലയിടത്തും സ്റ്റോക്ക് തീർന്നിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിതരണവും ചില മേഖലകളിൽ മാത്രമായി ഒതുങ്ങി. സബ്സിഡി സാധനങ്ങളുടെ വില സപ്ലൈകോ ഫെബ്രുവരിയിൽ കൂട്ടിയ ശേഷം വിതരണക്കാർക്ക് 650 കോടിയോളം രൂപ കുടിശ്ശികയാണ്. ഇതിൽ നല്ലൊരു ഭാഗമെങ്കിലും കൊടുത്തു തീർത്താൽ മാത്രമേ സബ്സിഡി സാധനങ്ങൾ കാര്യമായി റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുകയുള്ളൂ. കരാറുകാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന അരിയും മറ്റുമാണ് ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത്. ഇനി റേഷൻ കടകളിലേക്ക് പോകുന്നവർ നിങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതങ്ങളെല്ലാം റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോകുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കിട്ടാതെ മടങ്ങേണ്ടി വരികയോ കുറച്ച് വിഹിതങ്ങൾ മാത്രം വാങ്ങി തിരികെ വരേണ്ടി വരികയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനിടെ മണ്ണെണ്ണ സ്റ്റോക്ക് ഏറ്റെടുക്കുന്നില്ലെന്ന് റേഷൻ വ്യാപാരികൾ ഭൂരിഭാഗവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ജൂണിൽ അവസാനിക്കുന്ന ത്രൈമാസത്തിലെ മണ്ണെണ്ണ വിതരണം ഇന്നു മുതൽ തുടങ്ങുമെന്ന് ഭക്ഷ്യവകുപ്പിന്റെ അറിയിപ്പുണ്ട്. മഞ്ഞ കാർഡിന് 1 ലിറ്ററും പിങ്ക് കാർഡിന് 1/2 ലിറ്ററും മണ്ണെണ്ണയാണ് നൽകുക. സ്റ്റോക്ക് എടുക്കാത്തത് കാരണം വിതരണം നടത്താനാകില്ലെന്ന് വ്യാപാരി സംഘടനകൾ മുൻകൂട്ടി സർക്കാരിനെ അറിയിച്ചിരുന്നു. മുൻ ത്രൈമാസത്തിലെ ശേഷിക്കുന്ന മണ്ണെണ്ണ അർഹതയുള്ള എല്ലാവർക്കും നൽകാൻ തികയാത്തതിനാൽ വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന് വിവരം അറിയിച്ചു. ഫലത്തിൽ മണ്ണെണ്ണ വാങ്ങാൻ പോകുന്നവർ നിരാശരായി മടങ്ങേണ്ടി വന്നേക്കും. അതേസമയം മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ റേഷൻ കടകൾ വഴി 6 മാസത്തിലൊരിക്കൽ മണ്ണെണ്ണ വിതരണം ചെയ്യാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ 3 മാസത്തിലൊരിക്കൽ എന്ന രീതിയിൽ വർഷത്തിൽ 4 തവണയാണ് കേന്ദ്രം റേഷൻ മണ്ണെണ്ണ വിഹിതം അനുവദിക്കുന്നത്. രണ്ടാമത്തെ അറിയിപ്പ്: സംസ്ഥാനത്ത് മുടങ്ങിയ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ജൂൺ മാസത്തിൽ തന്നെ അറിയിപ്പ് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര മന്ത്രിസഭ അധികാരമേറ്റു കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുകൾ തമ്മിൽ ധാരണയിലെത്തും. അതിനുശേഷമായിരിക്കും റേഷൻ കാർഡ് KYC അപ്ഡേഷൻ നടത്തുന്നതിനുള്ള തീയതികൾ പ്രഖ്യാപിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്